ജൂൺ 4-ാം തീയതി പല രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയ തോതിൽ നഷ്ടങ്ങൾ സംഭവിച്ചേക്കാവുന്ന ദിവസം തന്നെയാണ്. കോൺഗ്രസ്സിന് ശുഭപ്രതീക്ഷ ഉണ്ടെങ്കിലും പല രാഷ്ട്രീയ പാർട്ടികൾക്കും ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടുന്ന ദിവസം തന്നെയായിരിക്കും എന്നുള്ളത് ഉറപ്പാക്കപ്പെടുന്ന ഒരു ചരിത്ര നിമിഷം തന്നെയാണ്. അതിൽ എടുത്തു പറയേണ്ടത് CPIMൻ്റെ കാര്യം തന്നെയാണ്. CPIMന് മൊത്തം മത്സരിച്ച സീറ്റുകളുടെ കാര്യം നോക്കുമ്പോൾ തന്നെ അവർക്കറിയാം എത്ര ശതമാനം വോട്ട് ഷെയറാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത് എന്നത്. കേരളത്തിൽ CPIM മത്സരിച്ചെങ്കിലും ഒരു സീറ്റെങ്കിലും കിട്ടിയാൽ അത് അത്ഭുതമായിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഭരണവിരുദ്ധത അതിശക്തമായി അതിതീവ്രമായി അലയടിക്കുമ്പോൾ അതിനെ അതിജീവിച്ച് CPIMന് സീറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അത് വലിയ രീതിയിലുള്ള ചോദ്യമായി മാറുകയാണ്. ഇടതുപക്ഷത്തിൻ്റെ മേൽക്കൊയ്മ ബംഗാളിൽ നഷ്ടപ്പെട്ടു, ത്രിപുരയിൽ നഷ്ടപ്പെട്ടു. നമുക്കറിയാം കോൺഗ്രസുമായി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്ന് സഖ്യമായി നിന്നാണ് CPIM ബംഗാളിലും ത്രിപുരയിലും പൊരുതുന്നത്. ബംഗാളിൽ കൃത്യമായി പറഞ്ഞാൽ CPIM അവിടെ മത്സരിക്കുമ്പോൾ കോൺഗ്രസ്സിന് 12 സീറ്റ്, CPIM അവിടെ മത്സരിക്കുന്നത് 26 സീറ്റുകളിൽ. ഇങ്ങനെയാണ് അവിടുത്തെ രാഷ്ട്രീയപരമായ ഇക്വേഷൻ. എന്നാൽ CPIMൻ്റെ വോട്ടുകളെല്ലാം തന്നെ സ്കാറ്റേഡ് ആയതുകൊണ്ട് തന്നെ, അതായത് ഭിന്നിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ വോട്ട് ഷെയർ കൂടിയാൽ പോലും ഒരു സീറ്റ് പോലും വിജയിക്കാനുള്ള കെൽപ്പ് അവർക്കില്ല. എന്നാൽ കോൺഗ്രസ്സിന് അങ്ങനെയല്ല. മാൾഡ മേഖലയിലും അതുപോലെ തന്നെ ബഹ്റാംപൂർ മേഖലയിലുമൊക്കെ കോൺഗ്രസ്സിന് വോട്ടുകൾ വളരെയധികം കൺസോൾഡേറ്റഡ് ആണ്. ശക്തമായി അവർക്ക് സീറ്റുകൾ 4-5 എണ്ണം വിജയിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. കേരളത്തിൽ CPIMൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് പരമദയനീയമാണ്. BJPയുടെ B ടീമായി പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് പല മണ്ഡലങ്ങളിലും CPIM അധപ്പതിച്ചു എന്ന് വെറുതെയല്ല പറയുന്നു. തൃശ്ശൂരിലും തിരുവനന്തപുരത്തും CPI സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കാതെ നിർവീര്യമായി നിന്ന CPIM പ്രവർത്തകരോട് കേരളത്തിലെ ജനത ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ BJPയെ ജയിപ്പിക്കാൻ, നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമായിരുന്നില്ലേ അത് എന്ന്. അതിന് മറുപടി പറയാൻ CPIMനെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ്. 20 ലോക്സഭാ സീറ്റുകളിൽ 2 ലോക്സഭാ സീറ്റ് നേടിയാൽ അത് ഭരണവിരുദ്ധതയായിരിക്കില്ല എന്ന് പറഞ്ഞ ഗോവിന്ദ മാഷിനോട് ജനങ്ങൾക്കിപ്പോൾ ഉള്ളത് സഹതാപം മാത്രമാണ്. ജനങ്ങളുടെ ആജ്ഞാനുവൃത്തിയാണ് ഈ സംസ്ഥാനത്തിന് ആധികാരികമായി മുന്നോട്ട് പോകേണ്ടത്. ഒരു മുഖ്യൻ തൻ്റെ കുടുംബത്തെയും തൻ്റെ മകളെയുമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ആരുമായും ഡീല് നടത്തുന്ന രാഷ്ട്രീയ കളി കേരള ജനത കണ്ടിട്ടേയില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെയാണ് സോളാർ വിവാദത്തിൽ ഉമ്മൻചാണ്ടിയെ വലിച്ചഴച്ച ആളുകളെ, കാബാലികരെ ജനം തിരിച്ചറിയുന്നതും ജനം ഈ നുണക്കഥകളെയൊക്കെ പൊളിച്ച് ചീട്ടുകൊട്ടാരമാക്കി മാറ്റുന്നതും.